ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുത്തബ്ബലാണ്. ഇത് ചിക്കൻ ചുട്ടൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷാണിത്. ഇത് അറബിക് ഡിഷാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് കുത്തിക്കൊടുക്കാം. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നത്. ഇനി ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചുട്ടെടുക്കാം. ഗ്യാസ് സ്റ്റൗവിലില്ലെങ്കിൽ ഓവനിലും ആകാം. ഓവനിലായാലും 10 മിനിറ്റ് ചുട്ടെടുത്താൽ മതി. എല്ലാ സൈഡും ഒന്ന് ചുട്ടെടുക്കാം. ഇതൊന്ന് വാടി വരും, നല്ല സോഫ്റ്റായി വരും. ഇതിൽ നിന്ന് ചെറുതായി ഒന്ന് വെള്ളം വരും, അത് കുഴപ്പമില്ല. നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. തണുത്തിട്ടുണ്ട്. ഇനി തൊലി കളയാം. തൊലി കളഞ്ഞതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അത് പിഴിഞ്ഞെടുക്കുന്നത് എന്തിനാണ് വെച്ചാൽ ഇതിൻ്റെ വെള്ളമൊന്ന് പോകാൻ വേണ്ടി. ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാകുകയില്ല, കുറച്ചേ വെള്ളമുണ്ടാകും. അതിൻ്റെ വെള്ളം ഇതിലകപ്പെട്ടാൽ മുത്തബ്ബൽ ഒരു കയ്പ്പ് രസം വരും, അതുകൊണ്ടാണ്. ഇനി ഒരു ഇഞ്ചി ചതക്കുന്നതിനെ കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് കുത്തിയെടുക്കാം. നന്നായി ഒന്ന് കുത്തിയെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം തഹീനിയാണ് വേണ്ടത്. തഹീനി ഞാൻ ഇവിടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. റെഡിമെയ്ഡ് ആയാലും കുഴപ്പമില്ല. റെഡിമെയ്ഡ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇത് വറുത്ത വെളുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. വറുക്കാതെ എള്ളാണെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഒലീവ് ഓയിലാണ് ഒഴിക്കാറ്. ഒലീവ് ഓയിൽ കയ്യിലില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: 2 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി, നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങ, വഴുതനങ്ങ ഒന്നും കൂടി ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ പകുതി, ചെറുനാരങ്ങ 1 ടേബിൾ സ്പൂൺ മതി. നന്നായി ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരായിരിക്കണം, അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി, ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തഹീനി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു ഫോർക്ക് കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സ് ആകണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ മിക്സാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പൊന്ന് എല്ലായിടത്തും എത്തിയാൽ മതി. അതിനുശേഷം നേരത്തെ ചെറുതായി കട്ട് ചെയ്തെടുത്തതോ കൈ കൊണ്ട് ഉടച്ചതോ എങ്ങനെയായാലും കുഴപ്പമില്ല. മിക്സിയിലിട്ട് അടിക്കരുത്. വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ ഒഴിച്ചെടുത്ത് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുത്തബൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റിൽ ഇതേപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ചെറുതായി ഒന്ന് കുഴി ഉണ്ടാക്കാം. സെൻറ്ററിലോ സൈഡോ അങ്ങനെ ഒരു കുഴി ഉണ്ടാക്കാം. ഞാൻ ഇവിടെ റൗണ്ടായിട്ടാണ് കുഴി ഉണ്ടാക്കുന്നത്. ചെറുതായി ഒന്ന് കുഴി ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ആ റൗണ്ടിന് ചുറ്റും ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ചിക്കൻ ചുടുമെല്ലാം എന്തായാലും ഉണ്ടാക്കി നോക്കണം. ചിക്കൻ്റെ കൂടെല്ലാം കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. സൈഡ് ഡിഷാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് അനാറെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു റെസിപ്പീസുമായി വരുന്നവരെ ബായ്.